നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ താരമാണ് നസ്രിയ. ചെറുപ്പം മുതൽ മലയാളികളുടെ സ്വീകരണ മുറികളിൽ നസ്രിയയും ഉണ്ടായിരുന്നു. നടൻ ഫഹദ് ഫാസിലുമായുള്ള വിവാഹശേഷം എന്നും ഒരു കുട്ടിത്തം നിറഞ്ഞ ആ നിഷ്കളങ്കമായ ചിരിയും സംസാരവും പ്രേക്ഷകർക്ക് നഷ്ടമായിരുന്നു. തന്റെ സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകി കരിയറിൽ സജീവമായി തുടർന്നിരുന്നെങ്കിലും ഒരുപക്ഷെ ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താരറാണിയായി നസ്രിയ മാറിയനെ. കീർത്തി സുരേഷ്, രശ്മിക മന്ദാന, സായി പല്ലവി തുടങ്ങിയ നടിമാർക്കൊപ്പമോ ഇവർക്ക് മുകളിലോ താരമൂല്യമുള്ള ഒരു നടിയായി നസ്രിയയ്ക്ക് മാറാമായിരുന്നു. പക്ഷേ 19-ാം വയസ്സിൽ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് കടക്കാനായിരുന്നു നസ്രിയയുടെ തീരുമാനം. സിനിമകളിൽ വല്ലപ്പോഴുമേ നസ്രിയ അന്ന് സാന്നിധ്യം അറിയിക്കാറുള്ളൂ. ഇഷ്ടപ്പെട്ട കഥ വന്നാൽ ചെയ്യും. വർഷത്തിൽ ഒരു സിനിമ ചെയ്യണമെന്ന് പോലും നസ്രിയ ആഗ്രഹിക്കുന്നില്ല. പ്രിയ നടിയെ സിനിമാ രംഗത്ത് സജീവമായി കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും എത്തുകയാണ് നസ്രിയ. സിനിമാ രംഗത്ത് സജീവമല്ലെങ്കിലും നസ്രിയയുടെ ഫാഷൻ ചോയ്സുകൾ എപ്പോഴും ചർച്ചയാകാറുണ്ട്. നസ്രിയയുടെ ഔട്ട്ഫിറ്റുകൾക്കും ആക്സസറീസിനും ആരാധകർ ഏറെയാണ്. നടി മീരാനന്ദന്റെ വിവാഹത്തിനെത്തിയ നസ്രിയയുടെ ലുക്ക് ഇതിനകം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നടി ധരിച്ച വാച്ചാണ് ഏറെ ചർച്ചയാകുന്നത്. റോളക്സിന്റെ വാച്ചാണ് നടി ധരിച്ചിരിക്കുന്നത്. വില 11 ലക്ഷത്തിന്റെ മുകളിലാണ്. പൊതു ഇടങ്ങളിൽ എത്തുമ്പോൾ എപ്പോഴും തന്റെ ലുക്കിന്റെ കാര്യത്തിൽ നസ്രിയ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട്. ബ്രാൻഡഡ് വസ്ത്രങ്ങളും ആക്സസറീസുമാണ് നസ്രിയ കൂടുതലും ധരിക്കാറ്. അതുപോലെ തന്നെ അന്ന് ധരിച്ചിരുന്ന സാരിക്കും ഇതുപോലെ ലക്ഷങ്ങൾ തന്നെയായിരിക്കും വിലയെന്നാണ് ആരാധകർ പറയുന്നത്. ഭർത്താവ് ഫഹദ് ഫാസിലും വിലപിടിപ്പുള്ള വാച്ചുകളും വസ്ത്രങ്ങളും കൂടുതലും ധരിക്കാറ്. സിനിമാ രംഗത്ത് ഫഹദ് ഇന്നും സജീവമാണ്. ഒടുവിൽ പുറത്തിറങ്ങിയ ആവേശം വൻ വിജയം നേടി. തമിഴകത്തും നടനിന്ന് വലിയ ആരാധക വൃന്ദം തന്നെയുണ്ട്. പളുങ്ക് എന്ന ബ്ലസ്സി ചിത്രത്തിലൂടെയാണ് നസ്രിയ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് ബാലതാരമായി ഇരുന്ന നസ്രിയ മാഡ് ഡാഡ് എന്ന ചിത്രത്തിലൂടെയാണ് നായികാവേശത്തിലെത്തുന്നത്. എന്നാൽ അൽഫോൺസ് പുത്രന്റെ നേരം എന്ന ചിത്രത്തിലൂടെയാണ് പ്രേക്ഷക പ്രീതി നേടുന്നതും. സിനിമയും ഫാമിലിയുമായി താരം ഇപ്പോഴും തിരക്കിലാണ്. അഭിനയ രംഗത്ത് സജീവമല്ലെങ്കിലും നസ്രിയ എന്ന പേര് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. സത്യത്തിൽ ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ചുരുക്കം നടിമാരിൽ ഒരാളാണ് നസ്രിയ. താരത്തിന്റെ പ്രൊഡക്ഷനിൽ അവസാനം ഇറങ്ങിയത് ഫഹദ് നായനായ ആവേശം ആയിരുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.